യെസ്, പോലീസ് കമ്മീഷണറാണ് എനിക്ക് വേണ്ടത്. എങ്കിൽ അയക്ക് കൊടുക്കൂ. രാജീവൻ, ഈ സംഘടനം മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ എന്നെ അറിയിക്കണം. അതൊക്കെ അപ്പൊ പറയാം. എവിടെയായിരുന്നു മിസ്റ്റർ നിങ്ങൾ ഇതുവരെ? ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ഇങ്ങനെ. സാർ, മാർക്കറ്റിൽ ഒരു സംഘടന നടക്കുകയാണ്. തൊഴിലാളികൾ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ്. യെസ് യെസ്, അതിന് തന്നെയാണ് നിങ്ങളെ ഞാൻ വിളിപ്പിച്ചത്. ഇരിക്കൂ. പോലീസ് അതിൽ ഇടപെടണ്ട. ഇല്ലെങ്കിൽ വെട്ടും കുത്തും നടത്തി അവിടെ പലരും മരിക്കും സാർ. ലക്ഷം അവറ്റകൾ തമ്മിൽ ചാവട്ടെ. വൈ യു വറി അബൌട്ട് ഇറ്റ്? ഇരിക്കൂ DGP, മൈ ട്രസ്റ്റഡ് ലെഫ്റ്റനന്റ്. പ്ലീസ്, ഈ റേറ്റിനെ പറ്റി പോലീസ് മേധാവി മുഖ്യമന്ത്രിയോട് ഗൗരവമായി ചർച്ച ചെയ്യുകയാണെന്ന് പുറത്തുള്ളവർ ധരിച്ചോട്ടെ. എന്താ സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ? ആ? ഈ ഏറ്റുമുട്ടൽ മുൻമന്ത്രി ഗോമതിയമ്മയുടെ പ്രശ്നത്തിലാണെന്ന് കേട്ടു. അവരെ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് സാർ നേരിട്ട് നോമിനേറ്റ് ചെയ്തത് ഈ ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ടായിരുന്നില്ലേ? തമ്മിൽ തല്ലിക്കാൻ. യു സെഡ് ഇറ്റ്. ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു പുരാണ ഇതിഹാസങ്ങളിൽ പണ്ഡിതനാണല്ലോ നിങ്ങൾ. മഹാഭാരതത്തിൽ നിന്നും തന്നെ എടുത്തു പറയാം. നീചന്മാരായ നൂറ്റവരെ ഒതുക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ യാദവപ്പടയെടുത്തു വന്നില്ല. ശത്രു കുടുംബത്തിൽ നിന്ന് വിമതരായ പാണ്ഡവരെ അടർത്തിമാറ്റി തമ്മിത്തല്ലിച്ച് കൊല്ലിച്ച് നശിപ്പിച്ചു. അതും ധർമ്മരക്ഷാർത്ഥം തന്നെ. ആ മഹായുദ്ധത്തിന് കാരണക്കാരിയായ പാണ്ഡവപത്നി പാഞ്ചാലിയെ പോലെ ഇവിടെ ഗോമതിയമ്മ ചിലപ്പോ ഒരു നിമിത്തമായേക്കാം. അത്രമാത്രം. എന്റെ കുടുംബം തകർത്തതും ഇവർ തന്നെയാണ്. ഇപ്പൊ ഘട്ടം ഘട്ടമായി പാർട്ടിയിൽ നിന്നും പുറത്താക്കാനാണ് അവരുടെ ശ്രമം. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് എന്നെ ഇപ്പോ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരംതാഴ്ത്തിയിരിക്കുകയാണ്. അവരുടെ ഉചിതം പോലെയൊക്കെ അവർ ചെയ്യട്ടെ. എന്നെ ആവശ്യമുള്ളിടത്തോളം കാലം ജനങ്ങളോടൊപ്പം ഞാനുണ്ടാവും. ഇനി ഒന്നും ചോദിക്കരുത്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനുമില്ല. മാഡത്തിന്റെ ഈ ജീവചരിത്രത്തിന് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര് വിപ്ലവത്തിന്റെ അമ്മ എന്നാണ്. പ്രസവിക്കാത്ത അമ്മ അല്ലേ? കുഞ്ഞുങ്ങളില്ലാത്ത. അങ്ങനെ പറയരുത്. ഞങ്ങളെപ്പോലെ ആയിരക്കണക്കിന് വനിതകൾ മക്കളായിട്ടുണ്ട്. ഈ അമ്മയെ ദ്രോഹിക്കുന്നവർക്കെതിരെ പ്രതികരിക്കാൻ. ആ, ബാലേന്ദ്രൻ വരൂ, ഇരിക്കൂ. അഞ്ജന അറിയില്ലേ? അറിയാം. ഞാൻ വന്നത് നിങ്ങൾ യൂണിയൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ പോവാണെന്ന് കേട്ടു. ശരിയാണോ? ഞാൻ കാരണം തൊഴിലാളികൾ തമ്മിൽ തല്ലിച്ചാകാനും പാർട്ടിയിൽ പിളർപ്പുണ്ടാകാനും ഇടയാകരുത്. പാർട്ടി നശിക്കാതിരിക്കണമെങ്കിൽ അതിൽ പറ്റി നിൽക്കുന്ന ഇത്തിൽ കണ്ണികളെ വെട്ടിമാറ്റണം, നശിപ്പിക്കണം. അല്ലാതെ അവർക്ക് കീഴ്പ്പെട്ട് രാജിവെച്ചാൽ ആ ശക്തി വളരുകയുള്ളൂ. ദയവായി നിങ്ങൾ രാജിവെക്കരുത്. എൻ്റെ ഒരു അപേക്ഷയാണ്. ക്രമസമാധാന നില തകർന്നു. പ്രതിപക്ഷ നേതാവ് ഇന്നലെ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട തൊഴിലാളികളെ മദ്യവ്യവസായ തൊഴിലാളികളെന്ന വ്യാജേന കുറെ ഗുണ്ടകൾ വന്ന് മർദ്ദിക്കുകയും കടകമ്പോളങ്ങൾ തീവച്ച് നശിപ്പിക്കുകയും. മുഖ്യമന്ത്രി രാജിവെക്കണം. മുഖ്യമന്ത്രി ദിവാകരൻ ഉടൻ രാജിവെക്കണം. രാജിവെച്ചേ ഒക്കൂ. നായരെ, തനിക്ക് എന്താ പറ്റിയത്? രാജിവെക്കണം. മുഖ്യമന്ത്രി രാജിവെക്കണം. തനിക്ക് ഊണിൽ ഉറക്കത്തിൽ ഈ ഒരൊറ്റ ചിന്തയുള്ളൂ. അല്ല, ആരോ വെന്തോന്നോ കരിഞ്ഞൂന്നോ ഇതൊരു ഇഷ്യൂ ആക്കിയ ഓനെ കസേരയുമെന്ന് വലിച്ച് നമുക്ക് താഴ്ത്തണം. ഒന്നും മിണ്ടാതിരിയടോ. ഇതിലും വലിയ അക്രമങ്ങൾ ഈ നാട്ടിൽ എത്രയോ വേറെ നടക്കുന്നു. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാതെ ഇവിടെ ഇങ്ങനെ ബീഡിയും വലിച്ച് ബടായും അടിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അനന്താ, അഴിമതിയിലും അനീതിയിലും അക്രമത്തിലും മുങ്ങിക്കിടക്കുന്ന ദിവാകരനെ അതിൽ നിന്ന് പൊങ്ങാൻ അനുവദിക്കരുത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദിവാകരനെ ആ കയത്തിലേക്ക് തന്നെ ഇടിച്ച് താഴ്ത്തണം. അഴിമതി ചെയ്യാൻ ഞാൻ ഒരുവനെയും അനുവദിക്കില്ല മുഖ്യമന്ത്രി. വെണ്ടയ്ക്ക് അക്ഷരത്തിലാണ് തലക്കെട്ട്. താഴെ ചുണ്ടങ്ങ പരുവത്തി വേറെ ഉണ്ട്. അതെന്താ? മുഖ്യമന്ത്രി അഴിമതി ചെയ്യാൻ ഒരുത്തനെയും അനുവദിക്കില്ല, മുഴുവൻ സ്വയം ചെയ്യും. തിരുത്തലുകാരൻ ഹരീഷ്ണന്റെ പ്രസ്താവനയാണ്.
മുഖ്യമന്ത്രി മകൻ വേണുവിന് പൊങ്ങാൻ നാണമില്ലാതെ ഏണി വെച്ചു കൊടുക്കുന്നു. ആ വേണുവിന് ഞങ്ങൾ താണു കൊടുക്കില്ല. ഇത് ബാഹുലേന്റെ വകയാണ്. ഏണി ഞാൻ എന്ത് ചെയ്തെന്നാ? സ്വന്തം നിലയ്ക്ക് അവൻ ഉയരുമ്പോൾ ഞാൻ പിടിച്ച് താഴ്ത്തിയിട്ടില്ല. ഒരച്ഛന് മകനോട് അങ്ങനെ ചെയ്യാൻ ഒക്കുവോ? മിസ്റ്റർ തോമസ് മാത്യു പറയൂ, ഞാൻ എന്റെ മകന്റെ ഉയർച്ചയ്ക്ക് അവിഹിതമായി എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഇതുവരെ ഇല്ലെങ്കിൽ ഇനിയെങ്കിലും ചെയ്തു കൊടുക്കണം സാർ. വാട്ട് യു മീൻ? മഹാത്മജിയുടെ അനുഭവം സാറിനുണ്ടാകരുത്. മനസ്സിലായില്ല. ചില കാര്യങ്ങളിൽ മഹാത്മജിയോട് എനിക്ക് എതിർപ്പുണ്ട്. എന്റെ മുമ്പിൽ വെച്ച് ഗാന്ധിജി എഴുത്താൽ സംസാരിക്കരുത്. ഞാനൊരു തികഞ്ഞ ഗാന്ധിയനാണ്. അദ്ദേഹത്തെ ആരാധിക്കുന്ന ആളാണ് സാർ ഞാനും. ഒരു സംശയം ചോദിക്കട്ടെ, ആ. ഗാന്ധിജിക്ക് എത്ര മക്കളുണ്ടായിരുന്നു? ഗാന്ധിജിക്കോ? മൂന്നല്ലേ? 2 ആണും 1 പെണ്ണും. അല്ല സാർ, 4 ആൺമക്കളാണ്. ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ്. ഓ, ഇവരെ മറ്റുള്ളവർ അറിയുന്ന നിലയിൽ ഗാന്ധിജി വളർത്തിയില്ല. അതാണ് അദ്ദേഹത്തിന് പറ്റിയ തെറ്റ്. ആ തെറ്റ് ഒരച്ഛനും ആവർത്തിക്കരുത്. പ്രത്യേകിച്ച് സാർ ഒരു ഗാന്ധിയനായ സ്ഥിതിക്ക് മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കണം. അത് മറ്റുള്ളവർക്ക് ഹിതമായാലും ശരി, അഹിതമായാലും ശരി. അതിന് നിങ്ങൾ ഈ പറയുന്നൊക്കെ ഈ തിരുത്തലും വിമതലൊക്കെ മനസ്സിലാക്കട്ടെ. അത് വലിയ കഷ്ടം തന്നെയാണ് സാർ. ശശി, ഒന്ന് പത്രത്തിൽ വേറെ ഒരു പ്രധാന വാർത്ത ഉണ്ട് സാർ. ആ, അതെന്താ? IG ബൽറാമിനെതിരായ വിജിലൻസ് റിപ്പോർട്ട് അച്ചടിച്ച് വന്നിട്ടുണ്ട്. വിജിലൻസ് റിപ്പോർട്ടോ? അതെ. അതെങ്ങനെ പരസ്യമായി? ആരാ ചോർത്തിയത്? അറിയില്ല സാർ. അന്വേഷിക്കണം, കുറ്റക്കാരെ ഉടനെ കണ്ടുപിടിക്കണം. ആ, ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. നിങ്ങളുടെ RDX അന്വേഷണം എവിടെ എത്തി? വളരെ ഊർജിതമായിട്ട് അന്വേഷിക്കുന്നുണ്ട് സാർ. പത്രത്തിൽ അവിടെ പൊട്ടി ഇവിടെ പൊട്ടി എന്ന് കേൾക്കുമ്പോ എന്റെ ഇടതഞ്ചാ പൊട്ടുന്നത്. എത്രയും വേഗം നിങ്ങൾ ഇത് കണ്ടെത്തി നശിപ്പിക്കണം. RDSന്റെ കാര്യത്തില് അതിന് കുറച്ച് പ്രയാസമുണ്ട് സാർ. അതെന്താ? മറ്റു സ്ഫോടക വസ്തുക്കളെ പോലല്ല. കരയെ മാത്രമല്ല, ഇത് വെള്ളത്തിൽ സൂക്ഷിക്കും. എന്റെ വഴുത്തല ഭഗവതി, കയറ്റു എന്നെ, വേഗം കയറ്റു. ഞാൻ വീട്ടിൽ ഒന്ന് തോർത്തി തരാം. ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ റിസ്ക് ആണ്. റാസ്കൽ, നീ എന്റെ വിജിലൻസ് ഫയൽ പരസ്യപ്പെടുത്തി അല്ലടാ? എന്റെ മുറിയിൽ വന്നിട്ട് പിന്നെ ഞാൻ You dirty pigs! If you want a fight, you can have it in the street with those animals eating shits. സാർ, ഇയാൾ ഇവിടെ കയറി വന്ന് എന്നെ ഈ റാസ്കലിന്റെ വിജിലൻസ് ഫയൽ ചോർത്തി സാർ. Shut up! ചോർത്തി പോലും. ചോർത്താൻ എവിടെ ഉണ്ടോ വിജിലൻസ്? ആ പദം അർത്ഥമാക്കുന്ന ശ്രദ്ധ, ദക്ഷത, ജാഗ്രത, അവധാനം, ഇതൊക്കെ എത്രയോ കാലം മുമ്പേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചോർന്നു പോയില്ലേ? ഒരു കാലത്ത് ഉരുക്ക് കോട്ട പോലെ ഉറച്ചിരുന്ന പോലീസ് ഫോഴ്സിനെ നിങ്ങളെപ്പോലുള്ളവര് പല ലോബികളാക്കി അംശിച്ചും ഛേദിച്ചും തകർത്തില്ലേ? പബ്ലിക് സ്റ്റേജിൽ പച്ചത്തെറി മാത്രം വിളിച്ചു പറയാൻ അറിയാവുന്ന ചില നേതാക്കന്മാരുടെ മുമ്പില് IPS സ്റ്റാറ്റസ് മറന്ന് നിങ്ങൾ മുട്ടുകുത്തി തല കുമ്പിട്ടു. ഇനി നിവരാൻ കഴിയില്ല. ചപ്പിറ്റി. പൊതു ഖജനാവിൽ നിന്ന് കോടികൾ തന്നെ തിരിമറി നടന്നു എന്ന് അറിഞ്ഞിട്ടും പ്രതികരിക്കാത്ത ജനങ്ങള് നിങ്ങളുടെ ഈ വിജിലൻസ് ഫയൽ കണ്ടാലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വെച്ചേർന്ന ഗുസ്തിക്ക് രണ്ടുപേരും റിട്ടേൺ എക്സ്പ്ലനേഷൻ തരണം. അണ്ടർസ്റ്റാൻഡ്? പട്ടി കഴിവേറിച്ച മകളെ കൊന്നുകളെ ഞാൻ. അവന്റെ കൂടെ ചുറ്റിക്കറങ്ങി നടക്കരുത് ഞാൻ ഇവളെ വാണ്ടിയതാ. പിന്നെ ഇവൾ നേരാണ് ഇവൻ പറഞ്ഞത്. ഏറപ്പച്ചളെ കുടുംബത്തിന് പേര് കേൾപ്പിച്ച നിന്റെ കുരളി ഞാൻ ചെത്തും. എങ്കിൽ സ്വന്തം കഴുത്ത് ഞങ്ങൾ അരിഞ്ഞേക്കണം. നീ എന്നതാണ് പറഞ്ഞത്? കുടുംബത്തിന് ദുഷ്പേരുണ്ടാക്കിയത് ഞാനല്ല, ആൾക്കാർ പലതും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പട്ടി കഴിവേറി വേണ്ട മലയാളി, വിട്ടേക്ക്. നീ സൂക്ഷിച്ചാ കേട്ടാ, ഇനി അവന്റെ കൂടെ എങ്ങാനും കണ്ടെന്ന് കേട്ടാൽ രണ്ടിനും പുകച്ചു കളയും. പട്ടി കാവൽ നിർത്തി നീ എന്നാ ചെയ്യാ നായിന്റെ മോനെ? മുതലാളി മോളെ എവിടെയും കാണുന്നില്ല. പിന്നെ പെണ്ണിത് എവിടെ പോയി? നോ രശ്മ, ഐ കനോട്ട് അഗ്രി വിത്ത് യു. ബുദ്ധിമോശമാണ് നീ കാണിച്ചത്. അങ്ങനെ പറയരുത്.
ഹരിയേട്ടനെ വിശ്വസിച്ചാ ഞാൻ ഇറങ്ങി വന്നത്. നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഒരു ചെറുപ്പക്കാരന്റെ പരമമായ ജീവിത ലക്ഷ്യം കൊള്ളാവുന്ന ഒരു പെണ്ണിനെ കണ്ട് മോഹിച്ച് അവളെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് വളച്ചെടുക്കുകയാണെന്ന് കരുതുന്ന തേർഡ് റേറ്റ് സെല്ലുലോഡ് ഹീറോസിന്റെ കൂട്ടത്തിൽ നീ എന്നെ പെടുത്തരുത്. ഐ ഹാവ് ടു കീപ് എ പൊളിറ്റിക്കൽ ഇമേജ്. യു നോ, അംഗസംഖ്യ കുറവാണെങ്കിലും അവഗണിക്കാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പിന്റെ ലീഡറാണ് ഞാൻ. പിന്നെ എന്തിനു എന്നോട് ഇഷ്ടം കാണിച്ചു? അടുത്തു എല്ലാം നാട്യമായിരുന്നു. ഓഫ് കോഴ്സ് നോട്ട്. ഐ സ്റ്റിൽ ലവ് യു. പക്ഷെ നീ പറയുന്ന രീതിയിൽ ഒളിച്ചോടാനും രജിസ്റ്റർ മാരേജ് നടത്താനും ഒന്നും എന്നെ കിട്ടില്ല. ധൈര്യമുണ്ടെങ്കിൽ വീട്ടുകാരുടെ മുമ്പിലൂടെ നീ ഇറങ്ങി വരണം. പരസ്യമായി നിന്നെ ഞാൻ വിവാഹം കഴിക്കാം. നമുക്കിവിടെ ഒരുമിച്ച് താമസിക്കാം. അങ്ങനെ ചെയ്താ എന്റെ അച്ഛൻ നമ്മളെ രണ്ടുപേരെയും കൊല്ലും. നിന്റെ അച്ഛനേക്കാൾ കൂടുതൽ കൊലവിളി നടത്തിയിട്ടുള്ളവനാ ഞാൻ. അത് കളാ. നീ വാ, നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. വരാനാ പറഞ്ഞത്. വണ്ടിയിലാട്ട് കയറടി. വാടി ഇങ്ങാട്ട്. ഇങ്ങോട്ട് വാടി. കാര്യം പറഞ്ഞിട്ട് കയ്യൊക്കെ കാണിച്ചാ മതി. കഴുതേ. മരിയടിച്ചു വിട്ടേ. ഈ പണം എനിക്കല്ല, ബോസിനാണ്. പാർട്ടി ഫണ്ട്, ഇലക്ഷൻ, ആശ്രിതന്മാർക്ക് വേറെ, അങ്ങനെ എന്തെല്ലാം ചെലവുകൾ. ഇതിൽ ഒരു ബിൽ കളക്ടറുടെ റോളേ എനിക്കുള്ളൂ. പിരിഞ്ഞു കിട്ടുന്ന കാശ് അവിടെ എത്തിക്കുക. എന്നും ഇങ്ങനെ വന്ന് ബുദ്ധിമുട്ടിച്ചാ ഞാൻ തന്നില്ലെങ്കിലോ? ഇനി നിങ്ങൾക്ക് വരുന്ന സ്പിരിറ്റ് ലോറികൾ സ്മൂത്തായി ചെക്ക് പോസ്റ്റ് കടന്നില്ല എന്ന് വരും. പിന്നെ ബോംബെ അധോലോകമായി നിങ്ങൾക്കുള്ള എല്ലാ ബിസിനസ്സുകളും എനിക്കറിയാം കേട്ടോ ബാല. അതിനും ചില ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന് വരും. ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാനല്ലാതെ മിസ്റ്റർ വഴിത്തല ശശിക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റൂ? തീർച്ചയായും. ഇവിടെ മറ്റാരെക്കാളും എനിക്കാണ് അതിന് കഴിയുക. പക്ഷേ ഈ വക കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോ ഒരു ഉണർവിന് വേണ്ടി ചില സൽക്കാരങ്ങൾ സ്വീകരിക്കുന്ന പതിവുള്ളവനാണ് ഞാൻ. അങ്ങനെ ഒരു പതിവ് എനിക്കില്ല. അല്ല, ഞാൻ ആലോചിക്കുക, ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഓരോ സ്വഭാവേ. ഇനിയിപ്പോ മോടെ കാര്യത്തെ എന്താ ചെയ്യാൻ പോകുന്നേ? പണ്ട് ഞങ്ങൾ പറഞ്ഞു വെച്ചൊരു ചെറുക്കനുണ്ടേ. ഇനി ആ കല്യാണം പെട്ടെന്ന് അങ്ങോട്ട് നടത്തണം. ആരാത്? എടി നമ്മുടെ മഹേഷേ, ആ പോലീസിലെ. കുടുംബത്തിൽ IPS കാരൻ വന്ന് കയറണത് ഒരു ഭാഗ്യമല്ലേടി പെണ്ണെ. എടുക്ക്. ആരാ? നിന്റെ മറ്റവൻ അവിടെ ഇല്ലടി, ദാസപ്പൻ. കൊടുക്ക. ചൂലേ, ആരടാ നീ? രാത്രി വിളിച്ച് അനാവശ്യം പറയുന്നോ? ആരാണ്? ആരാണ്ടാ? മകനെ, നീ എനിക്കിട്ട് എന്നാ ചെയ്യൂടാ? എന്ത് ചെയ്യാൻ പറ്റുമെന്ന് താൻ ന്യൂസ് പേപ്പർ വായിച്ചറിഞ്ഞാ മതി. കള്ളപ്പണം കൊണ്ട് താൻ പലരുടെ പേരിലും വാങ്ങിക്കൂട്ടിയ വസ്തുവകളുടെ ആധാരത്തിന്റെ പകർപ്പ് എന്റെ കൈവശം ഉണ്ട്. താൻ ചെയ്ത കുഴൽപ്പണം ഇടപാടും കള്ളക്കടത്തും കഞ്ചാവ് കൃഷിയും ഞാൻ വെളിപ്പെടുത്തും. എടോ, വഴിത്തല ശശിയോടൊപ്പം ബോംബെ സ്പിരിറ്റ് മാഫിയുമായിട്ട് താൻ ചേർന്ന് നടത്തുന്ന കൂട്ട് കച്ചവടത്തിന്റെ എല്ലാ തെളിവുകളും എന്റെ കൈവശം ഉണ്ട് ദാസപ്പ. എടാ കൊള്ള കഴിവേറിക്ക മകനെ, അങ്ങനെ വല്ലതും ചെയ്ത നിന്നെ ഞാൻ കഷ്ണം കഷ്ണമായി വെട്ടി ചോർക്കും. താൻ തൊലിക്കും. എന്നാലേ കേട്ടോ, 2 ദിവസത്തിനും താൻ അകത്താകാൻ പോവുക. എടാ എരുമ ദാസപ്പ, നിന്നെ കൊണ്ട് കമ്പി അടി എണ്ണിച്ചില്ലെങ്കിൽ എന്റെ പേര് ഹരികൃഷ്ണൻ എന്നല്ല. എന്താ എന്താ കാര്യം? നിങ്ങൾക്ക് എന്തു പറ്റി? അച്ഛനേന് മുമ്പ് ആ പീറ വക്കീലിനെ ഞാൻ കൂടെ നിന്ന് രഹസ്യങ്ങൾ ചോർത്തിയിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നോടാ. എവിടെയാടാ നീ രേഖകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു റെക്കോർഡും എന്റെ കയ്യിലില്ല.
ദാസപ്പ മുതലാളിയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഞാനൊരു കള്ളം കള്ളം പറയുന്നോളാ റാസ്കൽ. ആ നായെ മര്യാദയ്ക്ക് നീ എടുത്തു തന്നിനെ നിന്നെ കൊന്നുകളെ ഞാൻ. എവിടെ റെക്കോർഡ്സ് എല്ലാം പറയാം. അതെല്ലാം ഞാൻ ബാലേന്ദ്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഏത് ബാലേന്ദ്രൻ? അബ്കാരി കോൺട്രാക്ടർ ബാലേന്ദ്രൻ.